കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഫുട്ബോൾ ആവേശത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർമാരും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും. കടാതിയിൽ നടത്തിയ മത്സരത്തിൽ 1-0 നഗരസഭാ കൌൺസിൽ ടീം വിജയികളായി. ഫിഫ വേൾഡ് കപ്പ് പ്രചരണാർത്ഥം മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർമാരും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ കടാതി കിളിക്കുടി ടർഫിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണിയും പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസും ചേർന്ന് നിർവഹിച്ചു. ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളികളുടെ ഒരു വികാരമാണ്, ലോകം മുഴുവനുള്ള ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇന്ന് മൂവാറ്റുപുഴയും പായിപ്രയും സംയുക്തമായിട്ട് ഒരു സൗഹൃദ മത്സരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ആ ഒരു രസകരമായ ഒരു ഗെയിം തന്നെയായിരിക്കും തൊട്ടടുത്തുണ്ടാവുക. അതൊരു സൗഹൃദ മത്സരം തന്നെയായിരിക്കും. അപ്പോൾ വേൾഡ് കപ്പിന്റെ തിരി മൂവാറ്റുപുഴയുടെ മണ്ണിലും തെളിയുകയാണ്. അപ്പോൾ പായിപ്രയുടെ ടീമിനും മൂവാറ്റുപുഴയുടെ ടീമിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പായിപ്ര പഞ്ചായത്തിന്റെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ടീമുകൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നു. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സാബു പി വാഴയിൽ, PP എൽദോസ്, KP ജോയ്, മാത്യൂസ് വർക്കി, PM അബ്ദുൾ സലാം, രജിത P, ജെയിംസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ 1-0 നഗരസഭാ കൌൺസിൽ ടീം വിജയികളായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.